അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടത് ആനന്ദ. അദ്ദേഹത്തിൻ്റെ സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. മറ്റൊന്നുകൊണ്ടല്ല, ഇതിൻ്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് കൊണ്ടുവരുന്നത്. മുസ്ലിം ലീഗ് വെച്ചു കൊടുത്ത 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ കണ്ണ് നിറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. അവസാനം ആ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ പൂർത്തീകരിച്ചത് സാദിഖ് അലി തങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരൊക്കെ ഹൃദയം കൊണ്ടാണ് ആ ഒരു നല്ലൊരു കർമ്മം ചെയ്തിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കറിയാം, ഇവിടെ വയനാട്ടിൽ ദുരന്തബാധിതർക്കായിട്ട് 51 വീടുകളാണ് മുസ്ലിം ലീഗ് പണി തീർത്ത് ഫുള്ള് വർക്ക്, ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വർക്കുകൾ തീർത്ത് കംപ്ലീറ്റ് ആക്കി ആ ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അത് ജാതിയും മതവും ഒന്നും നോക്കാതെ 51 വീടുകളെ പണി പൂർത്തീകരിച്ച് ആ ഗൃഹപ്രവേശന ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തൊരു സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അല്ലേ, മനസ്സിന് കുളിർമയേകുന്നൊരു കാഴ്ചയാണ്. ഇതൊക്കെയല്ലേ മതസൗഹാർദ്ദങ്ങളെന്ന് പറയുന്നത്. അവിടെ മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യൻസെന്നോ ഒന്നും വേർതിരിക്കാതെ എല്ലാ ആളുകൾക്കും തുല്യമായി, എല്ലാ ആളുകൾക്കും അത്രയും ഫർണിച്ചറുകളും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിലൊരു മനോഹരമായിട്ടുള്ള വീടുകളാണ്. അവിടെ പോയി കണ്ടു കഴിഞ്ഞാലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ആ വിഷയിലൂടെ മീഡിയകളിലൂടെയൊക്കെ കണ്ടിട്ടുള്ള വീടുകളൊക്കെ അത്രയാണെങ്കിൽ, ആ വീടുകളുടെ ഭംഗി അത്രയാണെങ്കിൽ അവിടെ പോയി കാണുമ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പം ആ ഒരു ഗൃഹപ്രവേശന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയിൽ കണ്ണ് നിറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി, എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ഇത്രയും മുതിരുന്ന ഒരാൾ, ഇത്രയും ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള ഒരാൾ ഇത്രയും ഇമോഷണലായിട്ട് സംസാരിക്കുന്നത്, ഇത്രയും വിഷമത്തോടു കൂടി സങ്കടപ്പെട്ട് വാക്കുകൾ പൂർത്തീകരിക്കാതെ ആ വ്യക്തി അവിടെ നിർത്തുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ഇമോഷണൽ ഞാൻ കാണുന്നത്. അവസാനം സാദിഖ് അലി തങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുള്ള കംപ്ലീറ്റ് ചെയ്തത്. ഞാൻ ആ വീഡിയോ ഒക്കെ ഇവിടെ വെച്ച് തരാം. ഇവിടെ ഞാൻ ഈ സമയത്ത് നമ്മുടെ ഈ പിണറായി സർക്കാരിനെ ഒന്ന് ഓർത്തു പോവുകയാണ്. വേറൊന്നുമല്ല, ജനങ്ങളെ പറ്റിച്ച്, പല ആളുകളെയും പറഞ്ഞ് പറ്റിച്ച് പൈസ എല്ലാം മേടിച്ച് കൂട്ടിയിട്ട് എന്തുവാടെ ഒരു കാലി ചായയെങ്കിലും മേടിച്ചു കൊടുക്ക്. ആ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഒരു കാലി ചായയെങ്കിലും നിങ്ങൾ മേടിച്ചു കൊടുക്കും. ഇവിടുന്ന് കിട്ടിയ പൈസകളെല്ലാം എടുത്ത് നിങ്ങൾ പുട്ടടിച്ച് നിങ്ങളെ പോക്കറ്റിൽ വെച്ചിട്ട് പുട്ടടിച്ച് ദൂരത്തടിച്ച് നിങ്ങൾ ഇസ്കിയിട്ട് ആ പാവങ്ങൾക്കുള്ള അവകാശപ്പെട്ട പൈസകളെടുത്ത്, വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരു സ്വപ്നമാണ്. അത് വീടില്ലാത്ത ആളുകൾക്ക് പറഞ്ഞാലേ മനസ്സിലാവും അല്ലേ. അപ്പോൾ ആ ഒരു വീടിന് വേണ്ടിയിട്ട് അവരെ കൂടെ പിറപ്പുകളോ പോയി, സ്വന്തക്കാരും ബന്ധക്കാരും കൂടെയുള്ള ആളുകളെല്ലാം പോയി. ഒരു വീടെങ്കിലും അവർക്ക് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സമ്മതിച്ചില്ല. എന്തൊരു ദുരന്തമാണല്ലേ. കണ്ടില്ലേ, മുസ്ലിം ലീഗിനെ കണ്ടുപിടിക്കുക, 51 വീടുകൾ പണി കഴിപ്പിച്ച് അത് മനോഹരമായിട്ടാണ്, അത്രയും ഫർണിച്ചറും കാര്യങ്ങളെല്ലാം സെറ്റപ്പാക്കിയിട്ടാണ് ആ വീട് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എത്ര അംഗീകരിച്ചാലും എത്ര അഭിനന്ദിച്ചാലും മതി വരത്തില്ല ഈ ഒരു നല്ല പ്രവൃത്തിക്ക്. ഇനിയും ബാക്കി വീടുകൾ അവർ വെച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ കുഞ്ഞാലിക്കുട്ടിയുടെ കണ്ണ് നിറയുന്ന ആ ഒരു മനസ്സ് വിതുമ്പി സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ചെയ്യാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇവിടെ ക്ഷണിക്കപ്പെട്ട പ്രകാരം എത്തിയ ഇന്നിവിടെ നടക്കുന്ന ചടങ്ങ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു ചടങ്ങല്ല. ഈ വീട് താമസം കഴിഞ്ഞ് അവർ സൗകര്യത്തിൽ എല്ലാവരെയും വിളിച്ചതാണ്. അതനുസരിച്ച് വയനാട്ടിൽ നിന്നുള്ള നേതാക്കൾ, അവർക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളുണ്ട്. അതുകൊണ്ട് ഇത് സാധാരണ രാഷ്ട്രീയ ചടങ്ങ് പോലെ പ്രസംഗിച്ച് ഉപയോഗിക്കുന്ന അവരുടെ ചടങ്ങാണ്. അപ്പോൾ അതിന് ഞങ്ങളെ ക്ഷണിച്ചനുസരിച്ച് ഞങ്ങൾ വന്നതാണ്. അവരുടെ താമസവും അതുപോലെ തന്നെ അവരുടെ കർമ്മപ്രകാരം വിശ്വാസപ്രകാരമുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഹൗസ് വാമിങ് രാവിലെ കഴിഞ്ഞു. ഇനി എല്ലാവർക്കും വേണ്ടി നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാം എന്ന ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ ഇതിനകം അതിൻ്റെ ഉദ്ഘാടന വേളയിലും മറ്റു സന്ദർഭങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. നമ്മളവരുടെ സന്തോഷം കണ്ടു. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖം കടന്നു വന്നവരാണ്. പക്ഷെ ഇന്ന് നമ്മൾ അവരുടെ മുഖത്ത് കണ്ടത് ആനന്ദാശ്രമാണ്. അത്രയും
ചെയ്യാൻ കഴിഞ്ഞ നമുക്ക് വലിയ ഭാഗ്യം. ഞാൻ കൂടുതൽ പറയുന്നില്ല. കണ്ടില്ലേ, അവസാനം വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റാതെ സാദിഖ് അലി തങ്ങളാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ പൂർത്തീകരിച്ചതെന്ന് ആലോചിച്ച് നോക്കി. മനസ്സിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു നന്മയാണ് ഇതൊക്കെ, അല്ലേ? നമ്മൾ കണ്ടാണ് കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. എന്നിട്ട് ആ ദുരന്തം മുതലെടുത്ത് അതിൽ നിന്ന് കിട്ടിയേക്കുന്ന പൈസയെല്ലാം സ്വന്തം പാർട്ടി വളർത്താനും സ്വന്തം പ്രസ്ഥാനം വളർത്താനും ഈ പറഞ്ഞിട്ടുള്ള ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് കുറേ PR വർക്കുകൾ നടത്താനും അവിടെ ഇവിടെയും കുറേ ഫ്ലെക്സുകൾ വെക്കാനും വേണ്ടിയിട്ട് ആ പാവപ്പെട്ടവന് കിട്ടിയേക്കുന്ന പൈസ എടുത്ത് നക്കിയിട്ട് ഇതൊക്കെ കണ്ട് പഠിക്കണം. നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ട് പഠിക്കണം. കണ്ടില്ലേ, മുസ്ലിം ലീഗിനെ കണ്ട് പഠിക്കണം. ഹൃദയത്തിൽ നന്മയുള്ള ആളുകളാണ് അവർ. 51 വീടുകൾ 8 മാസം കൊണ്ട് 7-8 മാസം കൊണ്ടാണ് പൂർത്തീകരിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ കണ്ട് പഠിക്കണം. വീടില്ലാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അതിൻ്റെ വിഷമങ്ങളൊക്കെ മനസ്സിലാവും. എന്തായാലും അവർ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനി ഞാനിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ബാക്കി, പുള്ളിക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ബാക്കി സംഭാഷണം ഇവിടെ സാദിഖ് അലി തങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ട്. പുള്ളി അത് തുടക്കം തന്നെ പുള്ളി പറയുന്നുണ്ട്, വികാരഭരിതനായി വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല കുഞ്ഞാലിക്കുട്ടിക്കെന്ന് സാദിഖ് അലി തങ്ങൾ അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ടാണ് പുള്ളിയും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ കുരു പൊട്ടിയിട്ട് കുറേ കുരുപൊട്ടൽ ടീംസ്, കുറേ കുരുപൊട്ടൽ എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടിട്ട് ചൊറി പിടിച്ച് കുരു പൊട്ടിയ കുറേ ടീംസ് വന്നിട്ട് വർഗീയത ഉണ്ടാക്കാനെ കൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കമൻ്റ് ഇടുന്നു, വീഡിയോകൾ ചെയ്യുന്നു. കണ്ടില്ലേ, അവർ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്ക് മാത്രം, അവരെ ആളുകൾക്ക് മാത്രം അവർ കൊട്ടാരം പണിത് കൊടുത്തു, അവർ വീട് വെച്ച് കൊടുക്കുന്നു, പാല് കാച്ചൽ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനെ കൊണ്ട് കുറേ അലവലാദികൾ, കുറേ കുരുപൊട്ടൽ ടീംസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആ വാർത്തകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. മീഡിയക്കാർ ചിത്രീകരിച്ചിട്ടുള്ള വാർത്തകളും ന്യൂസുകളും ഒന്നും വേണ്ട, നിങ്ങൾ അവിടെ പോയി നോക്ക്. നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ളൊരു മൊബൈലും എടുത്ത് കീശയിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറ എടുത്ത് കീശയിൽ വെച്ചിട്ട് ഓണാക്കി ഇരുന്ന് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ട് കുത്തിയിരുന്ന് കമൻറ്റ് ഇട്ടിട്ട് എവിടെയെങ്കിലും പോയിരുന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് കാര്യം, നിങ്ങൾ അവിടെ പോയി നോക്ക്. മുസ്ലിങ്ങൾക്ക് മാത്രമാണോ വീട് വെച്ച് കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുക, അവിടെ പോയി നോക്കുക. ഒന്നും വേണ്ട, ഗൃഹപ്രവേശന ചടങ്ങിൻ്റെ വീഡിയോകളുണ്ട്. പാലുകാച്ചൽ നടത്തുന്നത് ക്രിസ്ത്യൻസോ ഹിന്ദു മുസ്ലിംസ് ഇവർ എല്ലാവരും കൂടെയാണ്. അവിടെ ഒരു വേർതിരിവില്ലാതെയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല വീട് വെച്ച് കൊടുത്തിട്ടുള്ളതെന്ന് ആ മീഡിയകളിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്, അവിടെ ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദുക്കളുണ്ട്. എല്ലാ ആളുകൾക്കും തുല്യ അത് മുഖം നോക്കാതെയും ജാതി നോക്കാതെയുമാണ് മുസ്ലിം ലീഗ് അവിടെ വീഡിയോ വെച്ച് കൊടുത്തിട്ടുള്ളത്. സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിച്ചിട്ട് വീഡിയോ ചെയ്യും, അന്വേഷിച്ചിട്ട് സംസാരിക്കും. കുരുപൊട്ടുന്ന കുറേ വർഗീയത ഉണ്ടാക്കുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ. അന്ന് ആ ഒരു ദുരന്തത്തിൽ അത്രയും ആളുകളെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും മണ്ണിൻ്റെ അടിയിലെല്ലാം ഈ പറഞ്ഞിട്ടുള്ള കിടക്കുന്ന ബന്ധുക്കളും സ്വന്തക്കാരും ഈ ജനങ്ങളെല്ലാം രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുള്ള ആളുകളെല്ലാം അവിടെ ജാതിയും മതവും നോക്കിയിട്ടാണോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്? നമ്മൾ അതൊക്കെ വാർത്തയിൽ കണ്ടയാണ്. തിരിച്ചറിയാൻ പറ്റാത്ത എത്രയോ ആളുകൾ അവരെല്ലാം ഒരേ മണ്ണിലാണ് അടക്കിയേക്കുന്നത്. അവിടെ ജാതി നോക്കിയോ, മതം നോക്കിയോ, രാഷ്ട്രീയം നോക്കിയോ, ക്രിമികളെ നിങ്ങളിങ്ങനെ വന്നിരുന്നിട്ട് കുറ്റം പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ. നിങ്ങൾ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല കാര്യങ്ങളെന്ന് പറ. കുരു പൊട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല മക്കളെ. മുസ്ലിം ലീഗ് ചെയ്തിട്ടുണ്ടല്ലോ, മുസ്ലിം ലീഗ് ചെയ്തത് വലിയൊരു കാര്യമാണ്, മഹത്തായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും ഞാൻ സാദിഖ് അലി തങ്ങൾ പറയുന്നതും കൂടെ ഞാൻ ഇവിടെ നിന്ന് വെച്ചേക്കാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. അദ്ദേഹത്തിൻ്റെ സംസാരം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റൊന്നുകൊണ്ടല്ല, ഇതിൻ്റെ അത്രയ്ക്കേറെ ഹൃദയം കൊണ്ട് നിർമ്മിച്ച ഒരു പദ്ധതിയാണിത് കൊണ്ടുവരുന്നത്. കാരണം നമ്മളെല്ലാവരും ദുരന്തം നടന്ന അന്ന് തന്നെ ദുരന്തഭൂമിയിൽ എത്തിയവരാണ്. അവിടുത്തെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത്, പരിക്കേറ്റവരെ പ്രയാസത്തോടെ അവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ്. സർവ്വവും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേര് അന്ന് അവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ 2 ദിവസത്തിൻ്റെ
ഉള്ളിലാണ് ഞങ്ങൾ ഇങ്ങനെ തീരുമാനമെടുത്തത്. സർവവും നഷ്ടപ്പെട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടില്ല. അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ്. അത് സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹം മുഴുവനും ഞങ്ങളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് നിദാനമായിട്ടുള്ളതാണ്. ജാതിയും മതവും കക്ഷിയും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാ നാനാതുറകളിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകും. മനുഷ്യരാണെങ്കിൽ കൂടുതൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഉപരിയായ രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിച്ചു. അപ്പം അത് പിന്നീട് അതിന് യുക്തമായ സ്ഥലം കണ്ടെത്തി ഇന്ന് കാണുന്ന രീതിയിൽ ഇതിൻ്റെ ആദ്യഘട്ടം ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് പൂർത്തീകരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നമ്മൾ നിർവഹിച്ചു. ഇപ്പോൾ അതിൽ താമസക്കാരായി വന്നിട്ടുള്ള അതിൻ്റെ അവകാശികൾ അവരിന്ന് പാലുകാച്ചലും അതുപോലെ തന്നെ അവരുടെ ഗൃഹപ്രവേശനവും ഒക്കെയായി ഇന്നാണ് അവർക്ക് ഇതിലേക്ക് കയറിക്കൂടുവാൻ സാധിച്ചിട്ടുള്ളത്. ഈ സുന്ദര നിമിഷത്തിൽ അതിന് സാക്ഷിയാകാൻ ഞങ്ങളെയും അവർ ക്ഷണിച്ചു. അവരുടെ സൽക്കാരത്തിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങളൊക്കെ നേരിട്ട് തന്നെ അവർ ക്ഷണിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. ഏതായാലും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനിടയ്ക്കും അവർ പങ്കുവെക്കുന്ന വേദനകളുണ്ട്, ഞങ്ങളും അത് മനസ്സിലാക്കുക. അതുകൊണ്ട് ജാഡ് സാഹിബിന് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് ഒരുപാട് അവരുടെ എല്ലാമായിരുന്ന പലരും ഇന്ന് നമ്മളോട് ഒപ്പമില്ല. അപ്പോൾ ആ ഒരു നഷ്ടബോധം അവരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും നമുക്ക് ഇനി ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ ദുരന്തത്തിൽ ഇഹലോകവാസം വെടിഞ്ഞ ആ സഹോദരന്മാരും അവർക്കെല്ലാം പരലോക മോക്ഷം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നതുപോലെ തന്നെ അന്ന് പരിക്ക് പറ്റിയ ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് അവരുടെ ആ പരിക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് പരിപൂർണമായിട്ടുള്ള ആരോഗ്യത്തോടെ തിരിച്ചു വരുവാനും സർവശക്തൻ അവരെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധത്തിലുള്ള ആശംസകളും ഇന്നിവിടെ കൂടിയവർക്ക് നേരുകയാണ്. നേരത്തെ മീഡിയക്കാർ ഒരു കാര്യം ചോദിച്ചിരുന്നു, അടുത്ത ഘട്ടങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 55 വീടുകൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ളവർക്ക് 25 വീടുകൾ ഇൻഷാ അല്ലാഹ് പിന്നെ ജൂൺ 15-ാം തീയതിക്ക് അകം അത് പൂർത്തീകരിക്കും. ബാക്കി വരുന്ന വീടുകൾ അത് സെപ്റ്റംബർ 30-നോടകം അതും പൂർത്തീകരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അതൊക്കെ പൂർത്തീകരിക്കാൻ സർവശക്തനെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. ഓക്കെ, അടുത്ത ഘട്ടമായിട്ട് ജൂൺ 15-ാം തീയതി ഇത് കണ്ട ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കാണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ, അറിയാതെ നിറഞ്ഞു പോയി. ഇത് സത്യം പറയുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അത്രയും ആളുകൾ, കൂടപ്പിറപ്പുകളെ, ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ ആളുകളെ സഹായിക്കാനെ കൊണ്ട് കൊടുത്ത പൈസകൾ പുട്ടടിച്ച് തിന്നുന്ന നീയൊക്കെ ഉണ്ടല്ലോടാ, നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിനക്കൊക്കെയാണ് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പുട്ടടിച്ച് തിന്നിട്ടുള്ളവന്മാർ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ പൈസ മേടിച്ച് അതും അത്രയും സെൻറ്റിമെൻറ്റ്സും ഇമോഷണലും കാട്ടി എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ് പ്രവാസികൾ കൊടുത്തിട്ടുണ്ട്. നാട്ടിലുള്ള കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ, ഒരു ഗതിയും ഇല്ലാത്ത ആളുകൾ വരെ ഇവർക്ക് വേണ്ടിയിട്ട്, ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ട്. ആ പൈസയെല്ലാം നീയൊക്കെ കൊണ്ടുപോയി പുട്ടടിച്ച് തിന്നല്ലോടാ മഹാഭാവികളെ. 1 രൂപയ്ക്ക് ഒരു കാലിച്ചായെങ്കിലും പോയി മേടിച്ചു കൊടുക്കുക. അവിടെ പോയിട്ട് ആ ദുരന്തം അനുഭവിച്ച ആളുകൾക്ക് ഒരു കാലിച്ചായെങ്കിലും മേടിച്ചു കൊടുത്താൽ ആ ഒരു പുണ്യമെങ്കിലും നിനക്ക് കിട്ടും. ജനങ്ങളെ പൈസ എല്ലാം കൂടെ പുട്ടടിച്ച് ഗൾഫിൽ നിന്നുള്ള പൈസകൾ, ബിസിനസ്, എത്ര മേഖലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഉമ്മമാർക്ക്. അതെല്ലാം പുട്ടടിച്ച് കണ്ടുപിടി മുസ്ലിം ലീഗിനെ. സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾക്കൊക്കെ ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കത്തുള്ളൂ. ഒരു വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ആഗ്രഹമാണ്. വീടില്ലാതെ കിടക്കുന്ന ആളിപ്പം തന്നെ നമ്മൾ കാണുന്നതാണ് വാർത്തകളിൽ. വീടില്ലാതെ കിടക്കുന്ന ആളുകളുടെ അവർ കഷ്ടപ്പെടുന്ന ആ ഒരു കഷ്ടപ്പാടുകൾ കണ്ടില്ലേ. ഈ പറഞ്ഞിട്ടുള്ള മഴയും അതും ഇതൊക്കെ കയറി കിടക്കുന്ന, ഒട്ടും നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പാമ്പ് കടി വരെ ഏൽക്കുന്നുണ്ട് അല്ലേ. നല്ലൊരു അടച്ചുറപ്പുള്ളൊരു വീടില്ലാത്തതിൻ്റെ ഒരു ഇതാണ് അവിടെ കാണുന്നത്. എന്തായാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കുകയാണ് കേട്ടോ. വാക്കുകൾ പറഞ്ഞാൽ മതി വരുന്നില്ല.
അപ്പം എന്തായാലും ഞാനൊരു കാര്യം പറയുവാണ്, നിങ്ങൾ മുസ്ലിം ലീഗിന് വേണ്ടിയിട്ട് നിങ്ങൾ 1 രൂപയെങ്കിലും നിങ്ങൾ സംഭാവനയായിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പുണ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പാഴായിട്ടില്ലെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. 1 രൂപ എങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അത് പാഴായിട്ടേ ഇല്ല. അത് പാഴായിട്ടില്ല, അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം അവർ ആ പറഞ്ഞ വാക്ക് അവർ പാലിച്ചിട്ടുണ്ട്, അതല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും ഒന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ ലൈക്ക് ചെയ്യാനോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അതങ്ങനെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.